നമുക്ക് മാറ്റിയെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും നമ്മെ ഏറ്റവും വിഷമിപ്പിക്കുന്നതുമായ ചില മാറ്റങ്ങളായിരിക്കും നമുക്ക് പലപ്പോഴും നന്മ കൊണ്ടുവരുന്നത്. പെരുമഴയത്ത് കുടപിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ കുടക്കീഴിലേക്ക് ഓടിവരും ചിലരൊക്കെ. അത് നമ്മളെ കണ്ടല്ല, കുട മോഹിച്ചവരാണ്. മഴ തീർന്നാൽ അവരങ്ങ് പോകും. അത് മനസ്സിലാക്കിയാൽ ജീവിതം എളുപ്പമാണ്. തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ ക്ഷമ ചോദിക്കുക. അതിൽ അഭിമാനം നഷ്ടപ്പെടില്ല. പകരം നല്ലൊരു വ്യക്തിത്വം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ ഇനി എന്തെല്ലാം നേടാനാകും എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഒരാളിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ സ്നേഹത്തിനു വേണ്ടി യാചിക്കുകയോ വിലപേശുകയോ ചെയ്യരുത്. കാരണം അങ്ങനെ ലഭിക്കുന്ന സ്നേഹത്തിന് 1% പോലും ആത്മാർത്ഥത ഉണ്ടാകില്ല. എത്ര ഉയരത്തിൽ പറക്കുന്നവൻ ആയാലും നിലയുറപ്പിക്കണമെങ്കിൽ ഭൂമിയിലേക്ക് തന്നെ ഇറങ്ങണം. അതുകൊണ്ട് ഒന്നിൻ്റെ പേരിലും അഹങ്കരിക്കാതിരിക്കുക. വിഡ്ഢികൾ വിജയം സ്വപ്നം കണ്ട് വെറുതെയിരിക്കുന്നു. ബുദ്ധിമാന്മാർ എഴുന്നേറ്റ് കഠിനാധ്വാനം ചെയ്ത് വിജയം കൊയ്യുന്നു. നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങളുടേതാണ്. എൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം എനിക്കുള്ളതും. അതിനാൽ നല്ല പ്രവൃത്തികൾ ചെയ്യുക. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കാര്യങ്ങൾ മുഴുവനായി മനസ്സിലാക്കുന്നതിനു മുൻപ് തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആകില്ല. ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടരുത്. കാരണം വിജയകരമായ ഒരു കണക്ക് പോലും തുടങ്ങുന്നത് 0-യിൽ നിന്നാണ്. ജീവിതത്തിൽ എത്ര ആഗ്രഹിച്ചാലും തിരിച്ചു കിട്ടാത്ത പലതുമുണ്ട്. അതിലൊന്ന് അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെടുത്തിയ ചില സ്നേഹബന്ധങ്ങളാണ്. അണഞ്ഞു പോയതിനു ശേഷമേ അറിയൂ, ചെറിയ വെളിച്ചമായിരുന്നെങ്കിലും കൂടെയുണ്ടായിരുന്ന വെളിച്ചം വളരെ വലുതായിരുന്നു എന്ന്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല. അതിനായി ശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കുക. ഭാവിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരുത്തിയെഴുതാൻ ആയെന്ന് വരില്ല. എന്നാൽ നിങ്ങളുടെ ശീലങ്ങളെ തിരുത്താം, അതിലൂടെ ഭാവിയെയും. ജീവിതം എന്നത് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതല്ല, മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുക എന്നതാണ്. പ്രതീക്ഷയാണ് ജീവിതം. ഏത് സാഹചര്യത്തിലും എല്ലാം ശരിയാകും എന്ന വിശ്വാസത്തോടെ ജീവിക്കുക. 2 സന്ദർഭങ്ങളിൽ നമ്മൾ മൗനം പാലിച്ചേ മതിയാകൂ. ഒന്ന്, നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ. രണ്ടാമതായി, ഒരക്ഷരവും ഉരിയാടാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നവരുടെ മുമ്പിലും. ഉപദേശം 2 തരമുണ്ട്. ഒന്ന് നമ്മൾ നന്നായി കാണാൻ വേണ്ടിയുള്ളതും മറ്റൊന്ന് ഉപദേശിക്കുന്നയാൾ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ളതും. താഴ്ന്നു കൊടുക്കാം നമ്മളെ അംഗീകരിക്കുന്നവർക്ക് മുമ്പിൽ. എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. നമുക്ക് പ്രിയപ്പെട്ടതാണെന്ന് കരുതി നെഞ്ചോട് ചേർക്കുന്നതിന് മുൻപ് ഒന്നുകൂടെ ആലോചിക്കുക, അവർക്ക് പ്രിയപ്പെട്ടത് നമ്മളാണോ എന്ന്. മനസ്സിലാക്കുക എന്നത് അറിവിനേക്കാൾ ആഴമേറിയ കാര്യമാണ്. നമ്മളെ അറിയുന്നവർ പലരുമുണ്ടാകും. എന്നാൽ നമ്മളെ മനസ്സിലാക്കുന്നവർ വളരെ ചുരുക്കമേ കാണൂ. ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരാളെ അവഹേളിക്കുന്നത് 2 കാരണങ്ങളാലാണ്. ഒന്നുകിൽ അയാളോടുള്ള ബഹുമാനക്കുറവ് മൂലം, അല്ലെങ്കിൽ അയാളോടുള്ള വിശ്വാസക്കുറവ് കാരണം. കാലിടറുമ്പോൾ ഒരു കൈത്താങ്ങായി കൊതിക്കാറുണ്ട് പലരും. പലപ്പോഴും ഒരർത്ഥത്തിൽ ആ വിശ്വാസം തന്നെയാണ് പരാജയവും. കൂട്ടിന് ആരുമില്ലെന്ന് സ്വന്തം മനസ്സിനെ വിശ്വസിപ്പിക്കണം. ഒരുപക്ഷെ അത് തന്നെയാണ് യാഥാർത്ഥ്യവും.